അണ്ണ എന്താണ് തിരിഞ്ഞിരിക്കുന്നേ? അമ്പാനെ നീ അടുത്ത് മിണ്ടെന്നാ പറഞ്ഞത്. അണ്ണ എന്താണ് കാര്യം എന്ന് പറയണ? എന്താ കാര്യമെന്നോ? നീ അമിതാഭ് ബച്ചനെ വിളിച്ച്, നീ ഷാരൂഖ് ഖാനെ വിളിച്ച്, നീ പൃഥ്വിരാജിനെ വിളിച്ച്, പക്ഷെ എന്നെ മാത്രം നീ വിളിച്ചില്ല. അണ്ണ ഞാൻ എന്തിനു വിളിച്ചില്ലെന്നാണ് അണ്ണ പറയണേ? നിന്റെ മോന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലെന്ന്. എന്റെ മോന്റെ അണ്ണ അമ്പാന്റെ മോന്റെ കല്യാണം അല്ല, അംബാനിയുടെ മോന്റെ കല്യാണമാണ് നടന്നത്. എന്നെ പോലും വിളിച്ചില്ല. അത് നീ ശ്രദ്ധിക്കണ്ട ആശാനെ. അണ്ണ ഞാൻ ശ്രദ്ധിച്ചു, എന്നെ ചെന്നിട്ട് അവര് കേട്ടില്ലണ്ണ. എനിക്കാരുമില്ല അവിടെ, എനിക്കാരുമില്ല. എന്റെ കള്ള് വേണം, എന്റെ പണം വേണം, പക്ഷെ ഈ രംഗന് അമ്മ പോലുമില്ല. അമ്മ പോലും സ്വന്തം അമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കിട്ട് ഇപ്പൊ അണ്ണൻ അമ്മയില്ല. അമ്മ ഇവിടെ ഇല്ലെന്ന്. അമേരിക്കയിൽ നമുക്ക് പോകാൻ പറ്റിയിരിക്കുന്ന ഫസ്റ്റ് അവസരമാണ്. നമ്മൾ രണ്ടുപേരും നടത്തുന്ന കഥാപ്രസംഗം. മുതലാളി നമുക്ക് ഇവിടെ റൂം എടുത്ത് തന്ന അമേരിക്കക്കാരൻ. നമ്മൾ പുള്ളി വരാൻ നേരത്ത് കറക്റ്റായിട്ട് നമ്മൾ പരിപാടി ചെയ്ത് കാണിച്ചു കൊടുക്കണം. എല്ലാം ഞാൻ നന്നായിട്ട് ചെയ്യും പറയാൻ ആണല്ലേ? നീ ശ്രദ്ധിച്ച് നിൽക്കണം. ഞാൻ ശ്രദ്ധിക്കണ്ട. ഹലോ ഇത് ന്യൂയോർക്ക് ലൈഫ് ചെമ്പനും അമ്പാനും രംഗനും. ആരെങ്കിലും ആയിക്കോട്ടെ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്യൂർ കേരള മലയാളി. നിങ്ങൾക്ക് ഇവിടെ പകലാണെങ്കിൽ എന്റെ അമേരിക്കയിൽ എനിക്ക് രാത്രിയില്ലേ, ഞാൻ ഉറങ്ങുന്ന സമയമല്ലേ, അതുകൊണ്ടാ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ 2 ന്യൂ ഇയറിനും ഞാനാണ് അമേരിക്കയിലെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തത്. ഈ വർഷം നല്ലൊരു കഥാപ്രസംഗം സ്പോൺസർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആദ്യത്തെ വർഷം നാടകം വെച്ച് കേട്ടോ, അവരവതരിപ്പിച്ചു, അടികൊടുത്തു, പറഞ്ഞു വിട്ടു. 2ാമത്തെ വർഷം ഗാനമേള, അടികൊടുത്തു, പറഞ്ഞു വിട്ടു. ഇനിയുള്ള അവസരം നിങ്ങൾക്കാണ്. അടികിട്ടു നമുക്ക്. അണ്ണൻ പേടിക്കണ്ട, അണ്ണന്റെ ദേഹത്ത് തൊട്ടിട്ട് എന്റെ ദേഹത്ത് ആരെങ്കിലും തുറത്തോളൂ. ചെണ്ടയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അയ്യോ സാർ, ഇത് ചെണ്ടയല്ല, അത് തബലയാണ്. ചെണ്ട എന്തിനാണ്? കൊട്ടാൻ. ഇതെന്തിനാണ്? കൊട്ടാൻ. അപ്പൊ ഇത് ചെണ്ട. അപ്പൊ ഇതും ചെണ്ട. അത് ഹാർമോണിയാണെന്ന് എനിക്കറിയാലോ. അല്ലല്ല, ഇന്നലെ രാത്രി എനിക്ക് ഒഴിച്ചു വെച്ച പെഗ് ഇവനെടുത്ത് കുടിച്ച് ഇവനായിട്ട് ചെണ്ട. കോമഡിക്കാരനല്ലേ? നമ്മുടെ പ്രോഗ്രാം ആദ്യം നടക്കുന്നത് ഫ്ലോറിഡയിലാണ് കേട്ടോ. അമ്പാനെ, ഫ്ലോറിന്റെ ഇടയിൽ നമ്മൾ എങ്ങനെ സ്റ്റേജ് കിട്ടും? ചിലപ്പോ അവിടെ ഗ്യാപ്പ് കാണുന്നു. ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്, സ്ഥലം. പിന്നെ നിങ്ങളുടെ കഥാപ്രസംഗത്തിന്റെ വിജയം ഇരിക്കുന്നത് ഞങ്ങൾ അമേരിക്കക്കാരുടെ ഈ കൈകളിലാണ്. പരിപാടി വിജയിച്ചാൽ ഞങ്ങൾ കൈയടിക്കും. അപ്പൊ പൊളിഞ്ഞാലാ കരണത്തടിക്കും. നിങ്ങൾ സംസാരിച്ചിരിക്കാൻ, നിങ്ങൾ കഥാപ്രസംഗം തുടങ്ങിയാട്ടെ. ഞങ്ങളും കുറെ വിദേശ രാജ്യത്തൊക്കെ പോയിട്ടുള്ളവരാണ്. എവിടെയാണ് പോയിട്ടുള്ളത്? ചെക്കോസ്ലാവാക്യയിലെ ഞങ്ങൾ പരിപാടിക്ക് പോയിട്ടുണ്ട്. എവിടെ? ചെക്കോസ്ലാവാക്യ. അതിന്റെ സ്പെല്ലിംഗ് പറ. അമ്പാനെ പറഞ്ഞു കൊടുക്ക്. ചെക്കോസ്ലോ. അണ്ണന് തെറ്റിയതാണ്, ഞങ്ങള് ഗോവയിലാണ് പോയത്. അത് മനസ്സിലായി. അടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനടിക്കും, അണ്ണനടിക്കും, തബലയടിക്കും. തബല എവിടെ? അവിടെ അടിക്കും. അതടിക്കില്ലേ? ഹാർമോണിയം അടിക്കൂല, അത് വായിക്കല്ലേ ചെയ്യുന്നത്. അണ്ണൻ ഭയങ്കര കോമഡിയാണ്. അതല്ല, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. 2 കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാന്നേ. അതാണ് നല്ലത്. കഥാപ്രസംഗം തുടങ്ങുമ്പോ 2 അടിച്ചോണ്ടല്ലോ, നല്ല അടിപൊളിയായിരിക്കും. അല്ല അമ്പാനെ. അയ്യോ 5 ലിറ്ററാ. അമ്പാനെ ഗ്ലാസ് എടുക്ക്. ഒഴിയണ്ണ അങ്ങോട്ട്. ഓക്കെ. തേൻ പോലെ ഇരിക്കുന്നല്ലേ? അതെ അതെ അതെ. സാറിന് എനിക്ക് 2 പെഗ് മതി. നിങ്ങൾ കഴിക്കേ. സൂപ്പർ സാറാണ്. നിങ്ങൾ അധിക പ്രസംഗം കാണിക്കാൻ, നിങ്ങൾ കഥാപ്രസംഗം തുടങ്ങ്. കഥാപ്രസംഗം തുടങ്ങാം. അണ്ണനെ കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. സാറ് വന്നിറങ്ങി ബാംഗ്ലൂർ എയർപോർട്ടിലല്ലോ, അണ്ണന്റെ ആയിരുന്നു. അണ്ണൻ അവിടെയല്ലേ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നേ. ആണോ? എവിടെ കിടന്നുറങ്ങുന്നത്? ബസ് സ്റ്റാൻഡില്. അതെ, അണ്ണൻ തറയെ കിടക്കും, ഞാൻ ബെഞ്ചേ കിടക്കും. അമ്പാനെ, അണ്ണൻ ബെഞ്ച് തരത്തിലാണ്, എനിക്ക് നടുവേനയാണ്. നിങ്ങൾ എവിടെ സംസാരിക്കാൻ കഥാപ്രസംഗം നടത്തുന്നുണ്ടോ? കഥാപ്രസംഗം ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, കലാസ്നേഹികളെ, പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഏതെങ്കിലും ഒന്നിന് നിർത്തോ. പ്രിയമുള്ള കലാസ്നേഹികളെ, പ്രിയമുള്ള കലാസ്നേഹികളെ, രംഗനും അമ്പാനും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്ന ഈ 2 കലാകാരന്മാരെ നിങ്ങൾക്കായിരുന്നു പരിചയപ്പെടുത്തട്ടെ. തബല പ്രബലൻ, ഹാർമോണിയം ഹാർമോണിയൻ. ഞങ്ങളുടെ കഥയുടെ പേര് ഇല്ലൂമിനാട്ടി. ഇല്ലൂമിനാട്ടി, 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 ഇല്ലൂമിനാട്ടി. ആരാട്ടി? മീനാട്ടി. എങ്ങനെ ആട്ടി? ഇങ്ങനെ ആട്ടി. ആട്ടാളെ കഥാപ്രസംഗം ആട്ടാ നോക്കും. ഞങ്ങൾ കഥ ആരംഭിക്കണം. ഞങ്ങളുടെ കഥ നടക്കുന്നത് അങ്ങ് ബാംഗ്ലൂരാണോ? അല്ല. കർണാടകയിലാണോ? അല്ല. കൽക്കട്ടയിലാണോ? അല്ല. അല്ല. അമേരിക്കയിലല്ലേ നമ്മൾ കഥ നടത്താൻ പോണത്. അതിനല്ലേ ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയത്. അല്ല സാർ, ഇത് നമ്മുടെ ഇതിനകത്തുള്ള ഒരു ട്വിസ്റ്റ് ആണ്. മനസ്സിലായി? ഫോർമാറ്റ് ആണ്. എന്റെ കഥ നടക്കുന്നത് മലകളും പുഴകളും മലരണി കാടുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചന്ദനത്തോപ്പ് എന്ന കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ 30 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത ഒരു അമ്മയുടെ കഥയാണ് ഞാൻ പറയുന്നത്.
കുട്ടികളില്ലാതെ എങ്ങനെ അമ്മയാകും? അമ്പാണെ ശ്രദ്ധിക്ക്. അണ്ണാ ഞാൻ ശ്രദ്ധിച്ച എങ്ങനെയാണ് പിള്ളേരുണ്ടാവുന്നത്? അത് ശരിയാണല്ലോ. 30 വയസ്സുള്ള ഒരു മധ്യവയസ്കായ യുവതിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ആ യുവതി ഒരു ദിവസം രാവിലെ കുട്ടികളില്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരുന്ന് ലൂഡോ കളിക്കുകയാണ്. ആ കളിക്കുന്ന സമയത്തതാ പെട്ടെന്നൊരു കുട്ടി പിറന്നു. അല്ല, അയ്യപ്പൻ. അയ്യപ്പൻ എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ. അതെ, ഞങ്ങളുടെ കഥാനായകന്റെ പേരാണ് അയ്യപ്പൻ. അയ്യപ്പൻ വളർന്നു. അയ്യപ്പൻ ജനിച്ച ആ സന്തോഷത്തിൽ ആ നാട് മൊത്തം നന്മകനായി, ആ നാടിന്റെ പൊന്മകനായി അവൻ വളർന്നുകൊണ്ടിരുന്നു. നാടിൻ നന്മകനെ, പൊന്മകനെ, മുത്തായവനെ. നാടിൻ നന്മകനെ, പൊന്മകനെ, മുത്തായവനെ. നാടിൻ നന്മകനെ, പൊന്മകനെ, മുത്തായവനെ. ഇല്ലുമിനാട്ടി, 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 ഇല്ലുമിനാട്ടി.